നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സാമൂഹ്യക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെതിരെ അടിമാലിയിൽ ദയാവധത്തിന് തയ്യാറെന്ന ബോർഡ് സ്ഥാപിച്ച് വൃദ്ധ ദമ്പതികൾ നടത്തിയ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു. സമരം അവസാനിപ്പിച്ചത് CPM പ്രാദേശിക നേതൃത്വത്തിന്റെ ഉറപ്പിന്മേൽ. പെൻഷൻ ലഭിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും ദമ്പതികൾ. ഉടുമ്പൻചോലയിൽ യുവതിയെ അയൽവാസി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ഉടുമ്പൻചോല പാറയ്ക്കൽ ഷീലയെ അപായപ്പെടുത്താൻ ശ്രമിച്ചത് അയൽവാസിയായ ശശി. ഗുരുതരമായി പരിക്കേറ്റ ഷീലയെ തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ചിന്നക്കനാൽ ഭൂവിഷയത്തിൽ ഹിയറിംഗിന് ഹാജരാകുന്നതിന് സമയം നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ MLA. 1 മാസത്തെ അധിക സമയം അനുവദിക്കണമെന്ന് മാത്യു കുഴൽനാടൻ ആവശ്യപ്പെട്ടത് KPCCയുടെ ജാഥയും മറ്റു മീറ്റിംഗുകളും ചൂണ്ടിക്കാണിച്ച് അപേക്ഷ പരിഗണിക്കുമെന്ന് റവന്യൂ അധികൃതർ. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിന് 75.95 കോടി രൂപയുടെ ബജറ്റ് വൈസ് പ്രസിഡന്റ് ശ്രീദേവി S. ലാൽ അവതരിപ്പിച്ചത്. ടൂറിസം, പ്രാദേശിക സാമ്പത്തിക വികസനം, ആരോഗ്യ പരിപാലനം എന്നിവയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള ബഡ്ജറ്റ്. വിശദമായ വാർത്തകൾ. സാമൂഹ്യക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെതിരെ അടിമാലിയിൽ ദയാവധത്തിന് തയ്യാറെന്ന ബോർഡ് സ്ഥാപിച്ച് വൃദ്ധ ദമ്പതികൾ നടത്തിയ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു. CPM പ്രാദേശിക നേതൃത്വത്തിന്റെ ഉറപ്പിന്മേലാണ് ഇവർ സമരം അവസാനിപ്പിച്ചത്. പെൻഷൻ ലഭിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് ശിവദാസൻ പറഞ്ഞു. അടിമാലി അമ്പലപ്പടിക്ക് സമീപം നടത്തിവരുന്ന പെട്ടിക്കടയ്ക്ക് മുൻപിലാണ് വൃദ്ധ ദമ്പതികൾ ദയാവധത്തിന് തയ്യാറാണെന്ന് കാണിച്ച് ബോർഡ് സ്ഥാപിച്ച് സമരം തുടങ്ങിയത്. വികലാംഗിയായ 63-കാരി ഓമനിയും ഭർത്താവ് 72 വയസ്സുള്ള ശിവദാസും അമ്പലപ്പടിക്ക് സമീപം പഞ്ചായത്ത് അനുവദിച്ചു നൽകിയ പെട്ടിക്കടയിൽ തന്നെയാണ് താമസവും. കടയിലെ ചെറിയ വരുമാനമായിരുന്നു ആകെയുള്ള ആശ്വാസം. എന്നാൽ ഇപ്പോൾ ഇതും നിലച്ചു. മാസങ്ങളായി സാമൂഹ്യക്ഷേമ പെൻഷൻ മുടങ്ങിയതോടെ ഇനി എന്തു ചെയ്യുമെന്നറിയാതെ പകച്ചു നിൽക്കുകയായിരുന്നു ഇരുവരും. ഇതോടെയാണ് ദയാവധത്തിന് തയ്യാറെന്ന ബോർഡ് സ്ഥാപിച്ച ഇവർ സമരം തുടങ്ങിയത്. കുളമാൻകുഴി ആദിവാസി കോളനിയിലുള്ള ഭൂമിയിലെ കൃഷി കാട്ടാനക്കൂട്ടം പൂർണ്ണമായി നശിപ്പിച്ചതായും ദമ്പതികൾ പറഞ്ഞു. ഏക ആശ്രയമായ ക്ഷേമ പെൻഷൻ മുടങ്ങിയതോടെ പട്ടിണിയിലായ നിരവധി വയോജനങ്ങളുടെ പ്രതിനിധികളാണ് ഇവരും. ദമ്പതികളുടെ സമരം വാർത്തയായതിനു പിന്നാലെയാണ് CPM പ്രാദേശിക നേതൃത്വം വിഷയത്തിൽ ഇടപെട്ടത്. ഇതോടെ താൽക്കാലികമായി സമരം അവസാനിപ്പിക്കുകയാണെന്ന് ദമ്പതികൾ പറഞ്ഞു. അടുത്ത 1 മാസം ഞാൻ നോക്കിയിരിക്കും. കിട്ടിയില്ലെങ്കിൽ അടുത്ത ബോർഡ് ഞാനുള്ള വെക്കും. ആര് പറഞ്ഞാലും ഞാൻ അംഗീകരിക്കും. താൽക്കാലികമായിട്ടിപ്പോൾ ശാന്തി സഖാവിനെ ഉപേക്ഷിക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ പറയുന്ന വാക്ക് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ ബോർഡ് എടുക്കുന്നു. ഈ പെൻഷൻ ലഭിച്ചില്ലെങ്കിൽ വീണ്ടും സമരം തുടരുമല്ലേ? എന്നാൽ പെൻഷൻ ലഭിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് ഇവരുടെ തീരുമാനം. ദയാവധത്തിന് തയ്യാറാണെന്ന ബോർഡ് അഴിച്ചുമാറ്റിയാണ് ശിവദാസനും ഓമനിയും സമരം അവസാനിപ്പിച്ചത്. ഉടുമ്പൻചോലയിൽ യുവതിയെ അയൽവാസി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ഉടുമ്പൻചോല പാറയ്ക്കൽ ഷീലയെയാണ് അയൽവാസിയായ ശശി അപായപ്പെടുത്താൻ ശ്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഷീലയെ തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഉച്ചകഴിഞ്ഞ് 3:30യോടെയായിരുന്നു സംഭവം. ഷീല മറ്റു തൊഴിലാളികൾക്കൊപ്പം കൃഷിയിടത്തിൽ നിന്നും ഏലക്ക ശേഖരിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. ഈ സമയം ഇവിടേക്ക് വന്ന ശശി ഷീലയോട് സംസാരിക്കുകയും പെട്ടെന്ന് കയ്യിൽ കടന്നു പിടിച്ച വീട്ടിൽ കയറ്റുകയുമായിരുന്നു. നാട്ടുകാർ ബഹളം വെച്ചതോടെ ഇയാൾ കഥ കടച്ചു. அது இவன் தமாசுக்கு இழுத்துட்டு போகுதுன்னு நினச்சோம். கையை பிடிச்சி இழுத்துட்டு போச்சு. பொண்டாட்டியும் பிடிக்கே போகுது. உள்ளே இழுத்துட்டு போய் கதவை பூட்டிக்கிட்டு அந்த பிள்ளை வெளியே நின்று பொண்டாட்டி கூப்பிடுது. திறக்க மாட்டேங்கிறான் கதவை. நாங்கள் அங்கனக்குள்ளே இருந்தவங்களாம் கூப்பிட்டு திறங்கன்னு சொல்லி கூப்பிட்டு திறக்க மாட்டேங்கிச்சியான். அப்புறம் அதுக்கு பிறகு தான் போலீஸுக்கு ஃபோன் போட்டு போலீஸ்காரங்க வந்த பிறகு இந்த சம்பவம் நடந்தது. போலீஸு கதவை திறந்து முயற்சி பண்ணுறாங்க, போச்சிட்டியா. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഉടൻ തന്നെ ഉടുമ്പൻചോല പോലീസ് സ്ഥലത്തെത്തി. അപ്പോഴേക്കും ശശി ഷീലയുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച തീ കൊളുത്തുകയായിരുന്നു. വാതിൽ തകർത്ത പോലീസ് ഇവരെ രക്ഷപ്പെടുത്തി. പോലീസ് ഇടപെട്ടപ്പോൾ തന്നെ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അയൽവാസികൾ വ്യക്തിപരമായ കുടുംബ പ്രശ്നം എന്താണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. നിലവിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നത്. ഗുരുതരമായി പൊള്ളലേറ്റ ഷീലയെ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പ്രതിയെ സംഭവ സ്ഥലത്തു നിന്നു തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വ്യക്തിവൈരാഗ്യമാണ് ആക്രമണ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ചിന്നക്കനാൽ ഭൂവിഷയത്തിൽ ഹിയറിംഗിന് ഹാജരാകുന്നതിന് സമയം നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ MLA അപേക്ഷ നൽകി. KPCCയുടെ ജാഥയും മറ്റു മീറ്റിംഗുകളും ചൂണ്ടിക്കാണിച്ച് 1 മാസത്തെ അധിക സമയം അനുവദിക്കണമെന്നാണ് മാത്യു കുഴൽനാടൻ ആവശ്യപ്പെട്ടത്. അപേക്ഷ പരിഗണിക്കുമെന്ന് റവന്യൂ അധികൃതർ വ്യക്തമാക്കി.
ചിന്നക്കനാലിൽ റിസോർട്ട് ഭൂമി കൂടാതെ 50 സെന്റോളം സർക്കാർ ഭൂമി അനധികൃതമായി കൈവശം വെച്ചതിന് കഴിഞ്ഞ 27-ാം തീയതിയാണ് റവന്യൂ വകുപ്പ് മാത്യു കുഴൽനാടനെതിരെ കേസെടുത്തത്. തുടർന്ന് ലാൻഡ് റവന്യൂ തഹസിൽദാർക്ക് മുന്നിൽ ഹിയറിംഗിന് ഹാജരാകുവാൻ നിർദ്ദേശം നൽകി നോട്ടീസ് അയച്ചിരുന്നു. എന്നാൽ നോട്ടീസ് പ്രകാരം നേരിട്ട് ഹാജരാകുവാൻ കഴിയില്ലെന്നും 1 മാസത്തെ സമയം നീട്ടി നൽകണമെന്നും ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ ലാൻഡ് റവന്യൂ തഹസിൽദാർക്ക് അപേക്ഷ സമർപ്പിച്ചു. KPCCയുടെ ജാഥയും മറ്റു മീറ്റിംഗുകളും ചൂണ്ടിക്കാട്ടിയാണ് കുഴൽനാടൻ അപേക്ഷ നൽകിയിരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയുടെ ഒരു സംസ്ഥാന ജാഥ നടക്കുന്നതിന് ആ ജാഥ തീർന്നതിന് ശേഷം അടുത്ത മാസത്തേക്ക് വിചാരണയ്ക്ക് ഹാജരാകാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കുഴൽനാടന്റെ കയ്യേറ്റ ഭൂമിയുമായി ബന്ധപ്പെട്ട കേസിൽ തുടർ നടപടികൾ അപേക്ഷപ്രകാരമുള്ള കാലാവധി അവസാനിച്ചതിനു ശേഷമായിരിക്കും ഉണ്ടാകുക. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിന് 75.95 കോടി രൂപയുടെ ബഡ്ജറ്റ്. ടൂറിസം, പ്രാദേശിക സാമ്പത്തിക വികസനം, ആരോഗ്യ പരിപാലനം എന്നിവയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള ബഡ്ജറ്റാണ് വൈസ് പ്രസിഡന്റ് ശ്രീദേവി എസ് ലാൽ അവതരിപ്പിച്ചത്. ബഡ്ജറ്റിൽ ആകെ 75.95 കോടി രൂപ വരവും 75.22 കോടി രൂപ ചെലവും 72.53 ലക്ഷം രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്നു. ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തി മേഖലയിൽ വൻ കുതിച്ചുചാട്ടത്തിന് ബജറ്റ് നിർദ്ദേശങ്ങൾ നൽകുന്നു. രാമക്കൽമേട് ടൂറിസം വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 3 കോടി രൂപ ചെലവിൽ ഗ്ലാസ് ബ്രിഡ്ജ് നിർമ്മിക്കും. DTPC, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവ ചേർന്നുള്ള ഈ സംയുക്ത പദ്ധതിക്കായി ഈ വർഷം 50 ലക്ഷം രൂപ വകയിരുത്തി. 7 ഗ്രാമപഞ്ചായത്തുകളിലെയും ടൂറിസം സാധ്യതകൾ കണ്ടെത്തുന്നതിനായി DPR തയ്യാറാക്കുന്നതിനായി 5 ലക്ഷം രൂപയും വകയിരുത്തി. ഇതുകൂടാതെ ടൂറിസം മേഖലയിലെ മാലിന്യ സംസ്കരണം, ടോയ്ലറ്റുകൾ, അടിസ്ഥാന സൗകര്യം ഒരുക്കൽ തുടങ്ങിയവയ്ക്കായി 30 ലക്ഷം രൂപ വകയിരുത്തി. 2024-25 വർഷത്തെ പ്രതീക്ഷിത വരവും 2024-25 വാർഷിക പദ്ധതിയും ഈ ബഡ്ജറ്റിന്റെ ഭാഗമായി ഉൾപ്പെടുത്തുന്നു. 2024-25 സാമ്പത്തിക വർഷം 75,50,46,100 രൂപ വരവും 75,25,92,500 രൂപ ചെലവും 72,73,53,600 രൂപ നീക്കിയിരിപ്പും ബഡ്ജറ്റിൽ പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷിത വരവിന്റെയും പ്രതീക്ഷിത ചെലവിന്റെയും സമഗ്ര രൂപരേഖ ഉള്ളടക്കത്തിൽ വിശദമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രാദേശിക സാമ്പത്തിക വികസനത്തിന്റെ ഭാഗമായി സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കുകയും ഉൽപാദന മേഖലകൾ വളർത്തി വിപണി കണ്ടെത്തുകയും ചെയ്യും. ഇതിന്റെ ആദ്യപടിയായി സ്വയം സഹായ സംഘങ്ങൾക്ക് സംരംഭങ്ങൾ തുടങ്ങാൻ 65 ലക്ഷം രൂപ ബജറ്റിൽ അനുവദിച്ചു. നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ ആരംഭിച്ച ഡയാലിസിസ് യൂണിറ്റിലെ രോഗികൾക്ക് സഹായം നൽകുന്നതിന് 5 ലക്ഷം രൂപ വകയിരുത്തി. ഇതുകൂടാതെ CHCകൾ, PHC എന്നിവയ്ക്കും ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. കുടിവെള്ളത്തിനായി 34 ലക്ഷം രൂപയും കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കായി 2 ലക്ഷം രൂപയും അനുവദിച്ചു. നെടുങ്കണ്ടം കാർഷിക വിപണന കേന്ദ്രത്തിൽ സുഗന്ധദ്രവ്യങ്ങളുടെ വിപണന കേന്ദ്രം, തേൻ ഡിപ്പോ എന്നിവ ആരംഭിക്കാൻ 2.5 ലക്ഷം രൂപ അനുവദിച്ചു. ഈ വർഷം എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കും. ബജറ്റ് അവതരണ യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT കുഞ്ഞ് അധ്യക്ഷനായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ CM കുര്യാക്കോസ്, വിജയകുമാരി S ബാബു, PA ജോണി, സെക്രട്ടറി ഹെബി മാത്യു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കാമാക്ഷി ഗ്രാമപഞ്ചായത്തിൽ 2024-25 വർഷത്തെ വാർഷിക ബഡ്ജറ്റ് അവതരണം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസിന്റെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് റജി മുക്കാട്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ചു. കൃഷിയും അനുബന്ധ മേഖലകളും, പാലിയേറ്റീവ് കെയർ, ലൈഫ് ഭവന പദ്ധതി, ക്ഷീരകർഷകർക്ക് പാലിന് സബ്സിഡി, മത്സ്യകൃഷിക്ക് സബ്സിഡി, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, റോഡുകൾ, അങ്കണവാടി, പോഷകാഹാരം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്ക് മുൻതൂക്കം നൽകിയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. സിറ്റി ക്ലിയർ 19 നമ്മൾ 20 ലക്ഷം രൂപ അതിന് കണക്കാക്കിയിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് യാത്രാബദ്ധ 1 ലക്ഷം എല്ലാം കൂടെ ചേർത്ത് നമ്മൾ 1 ലക്ഷം രൂപ നമ്മൾ കണക്കാക്കിയിട്ടുണ്ട്. പിന്നെ പെൻഷൻ കോൺട്രിബ്യൂഷൻ, ജീവനക്കാരുടെ പെൻഷൻ കോൺട്രിബ്യൂഷൻ 10 ലക്ഷം രൂപ കണക്കാക്കിയിട്ടുണ്ട്. 24,11,81,570 രൂപ വരവും 23,93,91,90,000 രൂപ ചെലവും 17,90,570 രൂപ നീക്കിയിരിപ്പുമാണ് ബജറ്റിലുള്ളത്. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി, ജീവനക്കാർ, ഇംപ്ലിമെന്റ് ഉദ്യോഗസ്ഥർ എന്നിവർ ബജറ്റ് അവതരണ യോഗത്തിൽ പങ്കെടുത്തു. രാജകുമാരി ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് അവതരണം നടന്നു. കാർഷിക മേഖലയ്ക്കും അടിസ്ഥാന വികസനത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള മിച്ച ബഡ്ജറ്റാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജേഷ് മുകളയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചു.
പൂർണ്ണമായും കാർഷിക മേഖലയെ ആശ്രയിക്കുന്ന ഗ്രാമപഞ്ചായത്തിൽ കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. 24,01,40,507 രൂപ വരവും 23,88,69,025 രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന മിച്ച ബജറ്റാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജേഷ് മുകളിൽ അവതരിപ്പിച്ചത്. എല്ലാ മേഖലകളിലും തുക വകയിരുത്തുവാനും മുൻ വർഷങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടുപോകാനും ഈ ബജറ്റിൽ ശ്രമിച്ചിട്ടുണ്ട്. 2020 ഡിസംബർ മാസം 21-ാം തീയതി അധികാരത്തിലേക്ക് ഈ ഭരണസമിതിയുടെ കാർഷിക മേഖലയ്ക്കും പാർപ്പിടം മൃഗസംരക്ഷണ മേഖലയ്ക്കും ആരോഗ്യ മേഖലയ്ക്കും വനിതാ ശാക്തീകരണത്തിന് 3 നൽകിക്കൊണ്ടുള്ള 4ാമത്തെ ബഡ്ജറ്റാണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത്. 24,40,45,607 രൂപ വരവും 23,88,69,025 രൂപ ചെലവും 12,25,000 രൂപ നീക്കിവാക്കിയും ഈ ബജറ്റിൽ പ്രതീക്ഷിക്കുകയാണ്. നികുതിയേതര വരുമാനം 1,33,40,000 രൂപയും ജനറൽ പർപ്പസ് ഫണ്ട് 1,11,87,000 രൂപയും ഉൾപ്പെടെ ആകെ തനത് വരുമാനം 2,41,20,000 രൂപ പ്രതീക്ഷിക്കുന്നു. കാർഷിക മേഖലയ്ക്ക് മുൻതൂക്കം നൽകുന്നതിനൊപ്പം ഗ്രാമീണ റോഡുകളുടെ നവീകരണം, കുടിവെള്ള പദ്ധതികൾ, മാലിന്യ സംസ്കരണം, വനിതകൾക്കും യുവാക്കൾക്കുമായിട്ടുള്ള നവീന പദ്ധതികൾ, വയോജനങ്ങളുടെ ക്ഷേമത്തിനായുള്ള പദ്ധതികൾ, SC/ST വിദ്യാർത്ഥികളുടെ പഠന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ, ആരോഗ്യ മേഖലയുടെ വികസനം, മുള്ളൻതണ്ട് ടൂറിസം പദ്ധതി, നീന്തൽക്കുളം, വനിതാ ജിം, ക്ഷീരകർഷകർക്കുള്ള സഹായ പദ്ധതി എന്നിവയ്ക്ക് പുറമെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 7,12,37,025 രൂപയുടെ വികസന പ്രവർത്തനങ്ങളുമാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിന്റെ നട്ടലായ കാർഷിക മേഖലയുടെ പുത്തൻ ഉണർവിന് വേണ്ടിയിട്ട് തുക വകയിരുത്തുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം, എല്ലാവർക്കും അടച്ചുറപ്പുള്ളതായ വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് പാർപ്പിട മേഖലയ്ക്ക് ലൈഫ് പദ്ധതിയിലൂടെ കൂടുതൽ വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ തുക പാർപ്പിട മേഖലയിൽ നമ്മൾ വകയിരുത്തിയിട്ടുണ്ട്. അതോടെ എല്ലാവരുടെയും ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ആരോഗ്യ മേഖലയ്ക്ക് കൂടുതൽ തുക ഈ ബഡ്ജറ്റിൽ വകയിരുത്തുകയാണ്. നമുക്ക് ഈ പ്രാവശ്യം പുതുതായിട്ട് നാഷണൽ ആയുഷ് മിഷന്റെ ഇൻ്റഗ്രേറ്റഡ് ഹോസ്പിറ്റൽ ഏകദേശം 10.5 കോടി രൂപ മുടക്കി നമ്മൾ ഈ വർഷം അതിൻ്റെ നിർമ്മാണം തുടങ്ങുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള തുക നമ്മൾ ഈ ബഡ്ജറ്റിൽ വകയിരുത്തുകയാണ്. പിന്നെ മറ്റൊരു കാർഷിക മേഖല എന്ന് പറയുന്നത് ക്ഷീരമേഖലയാണ്. ക്ഷീരമേഖലയുടെ സമഗ്ര വികസനത്തിന് വേണ്ടിയിട്ട് കൂടുതൽ തുക ആ ക്ഷീരമേഖലയുടെ പ്രവർത്തനത്തിനായിട്ട് നമ്മൾ വകയിരുത്തുകയാണ്. കാർഷിക മേഖലയ്ക്ക് കൂടുതൽ തുക അനുവദിക്കണം. വീടുകൾക്ക് മെയിൻ്റനൻസ് നടത്താനുള്ള തുക വർഷങ്ങളായി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ബജറ്റിൽ ഇക്കാര്യം പരിഗണിച്ചിട്ടില്ല. ഇത് പുനർപരിശോധിക്കണമെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ചില മേഖലകളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റ് എന്ന് തന്നെ നമുക്ക് പറയാം. സാധാരണക്കാരായ നിരവധി പേർ വീടുകൾ വാസയോഗ്യമല്ലാത്ത വീടുകൾക്ക് മെയിൻ്റനൻസ് തുക അനുവദിക്കേണ്ട ഒരു സാഹചര്യം പല വർഷങ്ങളും ഉണ്ടെങ്കിലും ഗ്രാമപഞ്ചായത്ത് അത് കാണാതെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ പൊതുവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ജനോപകാരപ്രദമായ ഒരു ബഡ്ജറ്റാണ്. പക്ഷേ അതുപോലെ തന്നെ നമ്മുടെ മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട വർഷങ്ങളായി നമ്മൾ കോടിക്കണക്കിന് രൂപ ഖജനാപ്പാറ മേഖലകളിൽ ചെലവഴിക്കുന്നുണ്ടെങ്കിലും അതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണുവാൻ ഇതുവരെ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു ദുഃഖകരമായ സാഹചര്യവും നമ്മുടെ മുമ്പിലുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമാ ബിജുവിന്റെ അധ്യക്ഷതയിൽ നടന്ന ബജറ്റ് സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ജില്ലാ പഞ്ചായത്ത് അംഗം ഉഷാകുമാരി മോഹൻകുമാർ, സെക്രട്ടറി ബാബു സുരേഷ്, പഞ്ചായത്ത് ഭരണ നിർവഹണ ഉദ്യോഗസ്ഥർ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ പ്രവർത്തകർ, ഹരിതകർമ്മസേന അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കട്ടപ്പന ഫെസ്റ്റിന് ഈ മാസം അവസാന വാരത്തോടെ തിരിതെളിയും. ഇതിനായി നഗരസഭാ കൗൺസിൽ തുടരാലോചനകൾക്കായി സ്റ്റിയറിംഗ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. പേഴുങ്കവലിൽ ആരംഭിക്കുന്ന ഷെൽട്ടർ ഹോമിന്റെ നിർമ്മാണോദ്ഘാടനം 16 നടത്തുവാനും കൗൺസിൽ തീരുമാനിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമിയുടെ നേതൃത്വത്തിൽ ചേർന്ന കൗൺസിൽ യോഗത്തിലാണ് ഫെസ്റ്റ് നടത്തുവാൻ തീരുമാനമായത്. നഗരസഭാ ഗ്രൗണ്ടിൽ ഈ മാസം അവസാനത്തോടെ ഫെസ്റ്റ് ആരംഭിക്കുവാൻ കഴിയുമെന്നാണ് നഗരസഭാ അധികൃതരുടെ പ്രതീക്ഷ. തീയതിയും മറ്റ് തുടരാലോചനകൾക്കുമായി സ്റ്റിയറിംഗ് കമ്മിറ്റിയെ നഗരസഭ ചുമതലപ്പെടുത്തിയതായി ചെയർപേഴ്സൺ ബീന ടോമി പറഞ്ഞു. കട്ടപ്പന നഗരസഭയുടെ ജനകീയ പങ്കാളിത്തത്തോടെ കട്ടപ്പന ഫെസ്റ്റ് നടത്തുവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അത് കട്ടപ്പനയിലെ എല്ലാവരെയും ഉൾപ്പെടുത്തി, സന്നദ്ധ സംഘടനകൾ, ബിസിനസ്സുകാർ എല്ലാവരെയും ഉൾപ്പെടുത്തി ഫെസ്റ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് സ്റ്റിയറിംഗ് കമ്മിറ്റിയെ തീരുമാനിച്ചിട്ടുണ്ട്. ഡേറ്റ് പിന്നീട് അറിയിക്കുന്നതാണ്.
കൂടാതെ പേഴിങ്കവലിയിൽ നഗരസഭ ആരംഭിക്കുന്ന ഷെൽട്ടർ ഹോമിന്റെ നിർമ്മാണ ഉദ്ഘാടനം 16-ന് നടക്കുമെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി പറഞ്ഞു. 24-25 വർഷത്തെ ബഡ്ജറ്റ് 12/2/2024 അതിൻ്റെ ചർച്ച 13/2/2024 നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഷെൽട്ടർ ഹോമിനെ സംബന്ധിച്ച് 4 കോടി രൂപ മുതൽ മുടക്കുള്ള ഷെൽട്ടർ ഹോമാണ് കട്ടപ്പനയിലെ നഗരസഭയുടെ ഒരു മുഖം മാറുന്ന രൂപത്തിലുള്ള ഒരു പദ്ധതിയാണ്. അതിൻ്റെ ഉദ്ഘാടനത്തിന് 16-ാം തീയതി നടക്കും. ഫെസ്റ്റിൻ്റെ കാര്യത്തിൽ ഫെസ്റ്റിലെ എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിപുലമായ സാഹസംഘം അതിൻ്റെ ഡേറ്റ് സ്റ്റിയറിംഗ് കമ്മിറ്റി അടിയന്തരമായി ചേർന്ന് തീരുമാനിച്ച് എല്ലാവരെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫെസ്റ്റ് നടത്തുന്നതിനാണ് ഇന്ന് കൗൺസിൽ യോഗം അനുമതി നൽകിയിട്ടുള്ളത്. വ്യാപാരികൾ, വിവിധ സംഘടനകൾ ഉൾപ്പെടെ എല്ലാ വിഭാഗം ആളുകളെയും ഉൾപ്പെടുത്തിയാണ് ഫെസ്റ്റ് നടത്തുക. 4 കോടി രൂപ മുതൽ മുടക്കിയാണ് മികച്ച സൗകര്യങ്ങളോടെ ഷെൽട്ടർ ഹോം പേഴുങ്കവലിയിൽ നിർമ്മിക്കുന്നതെന്നും അധികൃതർ പറഞ്ഞു. LDF ഉപ്പുതറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപ്പുതറയിൽ ബഹുജന സദസ്സ് സംഘടിപ്പിച്ചു. CPM ഏലപ്പാറ ഏരിയ സെക്രട്ടറി MJ വാവച്ചൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ജനകീയ പ്രതിരോധം സംഘടിപ്പിച്ചതിന്റെ ഭാഗമായാണ് വിവിധ മേഖലകളിൽ LDFന്റെ നേതൃത്വത്തിൽ ബഹുജന സദസ്സുകൾ സംഘടിപ്പിച്ചത്. ഉപ്പുതറയിൽ സംഘടിപ്പിച്ച പരിപാടി CPM ഏലപ്പാറ ഏരിയ സെക്രട്ടറി MJ വാവച്ചൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ മതേതര ഗവൺമെന്റുകളെ, BJP ഇതര ഗവൺമെന്റുകളെ സാമ്പത്തികമായി ഞെരുക്കി ആ ഗവൺമെന്റുകളെ കൈകാര്യം ചെയ്യുക എന്ന നിലപാടാണ് കേന്ദ്ര BJP ഗവൺമെന്റ് സ്വീകരിക്കുന്നത് എന്ന് മല്ലികാർജുന ഖാർഗെ പറഞ്ഞു. വൈ ജയൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ K കലേഷ് കുമാർ, സജിമോൻ ടൈറ്റസ്, ഷീല രവികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തു. ഡൽഹി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച വണ്ടിപ്പെരിയാറിൽ ബഹുജന സദസ്സ് നടന്നു. കേരള കോൺഗ്രസ് കറിയ വിഭാഗം പ്രസിഡന്റ് ജോണി ചെരുപറമ്പിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കും സാമ്പത്തിക ഉപരോധത്തിനുമെതിരായി നടന്ന ഡൽഹി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് വണ്ടിപ്പെരിയാറിലും ബഹുജന സദസ്സ് സംഘടിപ്പിച്ചത്. യോഗത്തിൽ CPM ഏരിയ കമ്മിറ്റി അംഗം M തങ്കദുരൈ അധ്യക്ഷനായിരുന്നു. കേരള കോൺഗ്രസ് കറിയ വിഭാഗം പ്രസിഡന്റ് ജോണി ചെരുപറമ്പിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. ലൈഫ് മിഷൻ പദ്ധതിയിൽപ്പെടുത്തി 3,50,000 വീടുകൾ നമ്മൾ വെച്ച് നൽകി കഴിഞ്ഞു. ഇതിനാവശ്യമായ ഫണ്ടിന്റെ നല്ലൊരു ശതമാനം വഹിക്കാമെന്ന് പറഞ്ഞിരുന്ന കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് തന്നത് 130 കോടി രൂപ മാത്രം. എന്നാൽ ഈ വീടുകൾ ഇത്രയും വെച്ചു തീർക്കുന്നതിന് വേണ്ടി കേരള സംസ്ഥാനം വിനിയോഗിച്ചത് 12,000 കോടി രൂപയാണ്. സുഹൃത്തുക്കളെ, വീട് നിർമ്മാണം രാജ്യത്താകമാനം നടപ്പിലാക്കാൻ തീരുമാനിച്ചപ്പോൾ ഏത് സംസ്ഥാനം ഏതൊരു സാധാരണക്കാരന് വീട് വെച്ചു കൊടുത്താൽ അതിന്റെ ചിലവിന്റെ പദ്ധതി കേന്ദ്രം വഹിക്കുന്ന അപ്പൊ ലൈഫ് മിഷൻ പദ്ധതിയിൽപ്പെടുത്തി നമ്മൾ വെച്ച വീടിന് 12,000 കോടി രൂപ നമ്മൾ ചെലവഴിച്ചെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് 6,000 കോടി തരേണ്ടത് തന്നത് 130 കോടി രൂപ മാത്രമാണ്. CPM പീരുമേട് ഏരിയ സെക്രട്ടറി S സാബു, CPI പീരുമേട് മണ്ഡലം സെക്രട്ടറി VK ബാബുക്കുട്ടി, ശാന്തി ഹരിദാസ്, K ചന്ദ്രൻ, INL ജില്ലാ സെക്രട്ടറി N നവാസ് തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തു. പാമ്പാടംപാറയിൽ വീട് കുത്തി തുറന്ന് ഏലക്ക മോഷണം നടത്തിയ പ്രതി പിടിയിൽ. വണ്ടൻമേട് സ്കൂൾമേട് സന്തോഷ് ഭവൻ മണികണ്ഠനാണ് പിടിയിലായത്. 4 ലക്ഷത്തോളം രൂപയുടെ ഏലക്കയാണ് ഇയാൾ മോഷ്ടിച്ചത്. കഴിഞ്ഞ 14-ന് പൊങ്കൽ ആഘോഷിക്കുന്നതിനായി വീട്ടുടമസ്ഥ തമിഴ്നാട്ടിൽ പോയിരുന്ന സമയത്തായിരുന്നു മോഷണം നടന്നത്. വീട്ടിലെ സ്ഥിരം സന്ദർശകനായിരുന്നു മണികണ്ഠൻ. ഏലക്ക വീടിനുള്ളിൽ എടുത്തുവയ്ക്കാൻ ഇയാൾ സഹായിച്ചിരുന്നു. ആളില്ലാതിരുന്ന സമയത്ത് വീടിന്റെ ഷീറ്റ് പൊളിച്ച് അകത്ത് കിടന്നാണ് 250 കിലോയോളം ഉണക്ക ഏലക്ക അപഹരിച്ചത്. 14-ന് രാത്രി പുളിയൻമലയിൽ നിന്നും സ്വന്തം കാർ ഓടിച്ച പാമ്പാടുംപാറയിലെത്തി. അടുക്കളയുടെ സ്റ്റെയർകേസ് വഴി വീടിന് മുകളിൽ കയറി ഷീറ്റ് പൊളിച്ച് അകത്ത് കിടന്ന് വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന ഏലക്ക കടത്തിക്കൊണ്ടു പോകുകയായിരുന്നു. ഏലക്ക പിന്നീട് കട്ടപ്പനയിലും ചേറ്റുകുഴിയിലുമുള്ള മലഞ്ചരക്ക് കടകളിൽ വിൽപ്പന നടത്തി. കൃത്യം നടന്ന വീട്ടിൽ സന്ദർശനം നടത്തിയ ആളുകളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പ്രതിയെ പിടികൂടാൻ സഹായിച്ചത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കാഞ്ചിയാർ കൃഷി ഓഫീസിൽ ഓഫീസർ ഇല്ലാതായിട്ട് 5 മാസം പിന്നിടുന്നു. കൃഷി ഓഫീസറെ നിയമിക്കണമെന്ന് നിരവധി തവണ അധികൃതരെയും സർക്കാരിനെയും അറിയിച്ചിട്ടും നടപടിയില്ലെന്നാണ് പരാതി. ഇതോടെ മാർച്ച് മാസത്തിൽ പൂർത്തിയാക്കേണ്ട പദ്ധതികൾ പലതും പാതി വഴിയിൽ നിലച്ച സ്ഥിതിയാണ്. കർഷകർ കൂടുതലായും അധിവസിക്കുന്ന കാഞ്ചിയാറിൽ ആധുനിക കൃഷിരീതികൾ പകർന്നു നൽകേണ്ടത് കൃഷി ഓഫീസറാണ്.
എന്നാൽ കഴിഞ്ഞ 5 മാസമായി ഇവിടെ നിന്ന് ഒരു സേവനവും കർഷകർക്ക് ലഭിച്ചിട്ടില്ല. കൃഷി ഓഫീസറുടെ അഭാവമാണ് കർഷകരെ വലയ്ക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് കർഷകർക്കായി 2023-24 വർഷത്തിൽ ആവിഷ്കരിച്ച പദ്ധതി നിർവഹണം നടത്തേണ്ടതും കാഞ്ചാട്ടിലെ കൃഷി ഓഫീസറാണ്. എന്നാൽ ഓഫീസറുടെ കസേര ഒഴിഞ്ഞുകിടക്കുന്നതിനാൽ പദ്ധതികൾ പലതും പാതിവഴിയിൽ നിലച്ചു. ഇതോടെ കൃഷിക്ക് സാങ്കേതിക സഹായത്തിനായി എത്തുന്നവരും നിരാശരായി മടങ്ങുകയാണ്. ഫെബ്രുവരി മാസം ആരംഭിച്ചിട്ടും കർഷകർക്കായി ആവിഷ്കരിച്ച പദ്ധതികളുടെ പകുതി പോലും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പറഞ്ഞു. കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിന്റെ കൃഷിഭവനിൽ കൃഷി ഓഫീസർ ഇല്ലാത്തതിന്റെ വളരെ പദ്ധതി പ്രവർത്തനങ്ങൾക്ക് താളം തെറ്റിയിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ മാർച്ചിന് മുമ്പ് തീരേണ്ട നിരവധി പദ്ധതികളാണ് കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനിലൂടെ നടപ്പിലാക്കുന്നത്. ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഉപ്പുതറയിൽ നിന്നും അഡീഷണൽ ആയിട്ടാണ് കൃഷി ഓഫീസർ വെച്ചിരിക്കുന്നത്. ഒരുപക്ഷെ കൃഷി ഓഫീസറുടെ സേവനം നമുക്ക് 2 ദിവസം മാത്രമാണ് നമ്മുടെ പഞ്ചായത്തിൽ കിട്ടുന്നത്. ഈ സാഹചര്യത്തിൽ നമ്മൾ ബന്ധപ്പെട്ട അധികാരികളോട് ഈ സമയത്ത് ഒരു കൃഷി ഓഫീസർ നിയമിക്കുന്നതിനുള്ള ആവശ്യകത അറിയിച്ചുകൊണ്ട് നിർദ്ദേശങ്ങളൊക്കെ കമ്മിറ്റി തീരുമാനമൊക്കെ നൽകിയെങ്കിലും നാളിതുവരെ അതിനൊരു തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് ഈ പദ്ധതിയുടെ ഈ അവസാന ഘട്ടത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടുകളാണ് ഓഫീസിലെ സ്റ്റാഫുകളും അതുപോലെ ഗ്രാമപഞ്ചായത്തിൻ്റെ അധികൃതരും എല്ലാം നേരിടുന്നത്. പദ്ധതികളുടെ കാലാവധി കഴിയാൻ ഇനി 1 മാസം മാത്രമാണുള്ളത്. കൃഷി ഓഫീസർ എത്തിയില്ലെങ്കിൽ പദ്ധതിക്കായി നീക്കിവെച്ച പകുതിയിലധികം തുകയും നഷ്ടപ്പെടുകയും കർഷകർക്ക് വേണ്ട പല പദ്ധതികളും നടപ്പിലാക്കാൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടാകും. മറ്റു പഞ്ചായത്തുകളിൽ തകൃതിയായി പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ കാഞ്ചിയാട്ടിലെ കർഷകർക്ക് പദ്ധതികളുടെ ഗുണം ലഭിക്കാത്ത അവസ്ഥയാണിപ്പോൾ. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ കൃഷി ഓഫീസർക്കാണ് കാഞ്ചിയാർ കൃഷി ഓഫീസിന്റെ അധിക ചുമതല. ആഴ്ചയിൽ 2 ദിവസം മാത്രമാണ് കൃഷി ഓഫീസർ ഇവിടെ എത്തുന്നത്. അടിയന്തരമായി കാഞ്ചിയാട്ടിൽ കൃഷി ഓഫീസറെ നിയമിക്കണമെന്നാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെയും കർഷകരുടെയും ആവശ്യം. ഉപ്പുതറ കണ്ണമ്പടി സർക്കാർ ട്രൈബൽ സ്കൂളിൽ നിറക്കൂട്ട് എന്ന പേരിൽ ചിത്രരചനാ ശില്പശാല സംഘടിപ്പിച്ചു. വിദ്യാഭ്യാസ വകുപ്പിന്റെ 2023-24 വർഷത്തെ പ്രത്യേക പഠന പരിപോഷണ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ശില്പശാലകൾ നടക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ കഴിവുകൾ സ്വയം തിരിച്ചറിയാൻ വേദിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രത്യേക പഠന പരിപോഷണ പരിപാടിയുടെ ഭാഗമായി വിവിധ ശില്പശാലകൾ സംഘടിപ്പിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് ഗോത്രവർഗ, തീരദേശ, തോട്ടം മേഖലകളിലെ വിദ്യാർത്ഥികൾക്കുള്ള പ്രത്യേക പഠന പരിപോഷണ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇതുവഴി പിന്നോക്കം നിൽക്കുന്ന സ്കൂളുകളെ മുൻനിരയിലേക്ക് എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. വിവിധങ്ങളായ ശില്പശാലകളാണ് വിദ്യാലയങ്ങളിൽ സംഘടിപ്പിച്ചു വരുന്നത്. നിറക്കൂട്ട എന്ന പേരിലാണ് കണ്ണമ്പടി ട്രൈബൽ സ്കൂളിൽ ശില്പശാല നടന്നത്. കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗമായി നടക്കുന്ന പ്രത്യേക പദ്ധതിയാണ് സ്പെഷ്യൽ എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാം അഥവാ പ്രത്യേക പഠന പരിപോഷണ പരിപാടി. ഇതിൻ്റെ ഭാഗമായി തോട്ടമേഖല, ഗോത്രമേഖല, തീരദേശ മേഖല തുടങ്ങിയ പ്രദേശങ്ങളിലെ പിന്നോക്കം നിൽക്കുന്ന വിദ്യാലയങ്ങളെ തിരഞ്ഞെടുത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്പെഷ്യൽ എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാം. അതിൻ്റെ ഭാഗമായി ഗവൺമെൻറ് ട്രൈബൽ ഹൈസ്കൂൾ കണ്ണമ്പടിയിൽ വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരികയാണ്. കോഴിക്കോട് നിന്നുള്ള ചിത്രം മിത്രകലാ കൂട്ടായ്മയിലെ അംഗങ്ങളായ അധ്യാപകരുടെ സംഘമാണ് ശില്പശാല നയിച്ചത്. സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വിവിധ വിഷയങ്ങളിൽ ചിത്രരചനാ ക്ലാസുകൾ നൽകി. ഓരോ വിദ്യാർത്ഥികൾക്കും കളർ പെൻസിലുകളും ചിത്രരചനയ്ക്കായി പ്രതലങ്ങളും നൽകിയിരുന്നു. തുടർന്ന് LP, UP, ഹൈസ്കൂൾ എന്നീ തലങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ക്ലാസുകളും നൽകി. വിദ്യാർത്ഥികളുടെ ചിത്രരചന കഴിവുകളെ വികസിപ്പിക്കുന്ന തരത്തിലാണ് ക്ലാസുകൾ സംഘടിപ്പിച്ചത്. കേരള സർക്കാർ സംഘടിപ്പിച്ച പ്രത്യേക പഠന പരിപോഷണ പരിപാടിയുടെ ഭാഗമായാണ് കോഴിക്കോട് ചിത്രകല കൂട്ടായ്മയായ ചിത്രമുത്തയുടെ അംഗങ്ങളാണ് ഇവിടെ ഇന്ന് വന്നത്. ഗവൺമെൻറ് ട്രൈബൽ ഹൈസ്കൂൾ കണ്ണമ്പടിയിലാണ് ഞങ്ങൾ ഇന്നിവിടെ ഒരു ക്യാമ്പ് നടത്തിയത്. ചിത്രം വരയ്ക്കാൻ ഭാവനയല്ല വേണ്ടത്, ധൈര്യമാണെന്നും കുട്ടികൾക്കത് ചെയ്യാനുള്ള കഴിവുകളുണ്ടെന്നും അത് കുട്ടികൾ സ്വയം തിരിച്ചറിയുന്നൊരു വേദിയായിട്ട് കൂടിയാണ് ഇന്നത്തെ ഈ ക്യാമ്പ് മാറിയിരിക്കുന്നത്. കൂട്ടായ്മ അംഗങ്ങളായ സുരേഷ് ഉണ്ണി, അനു പെരുവന്നൂർ, M പ്രബില, രഞ്ജിനി അനൂപ് എന്നീ ചിത്രരചന അധ്യാപകരാണ് ക്ലാസുകൾ നയിച്ചത്. വരും ദിവസങ്ങളിൽ വിവിധങ്ങളായ ശില്പശാലകൾ വിദ്യാലയത്തിൽ നടക്കും. കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായും MLA-ആയും ഏറെക്കാലം സേവനമനുഷ്ഠിച്ച VT സെബാസ്റ്റ്യനോടുള്ള ആദരസൂചകമായി സ്മാരകം നിർമ്മിക്കണമെന്ന ആവശ്യം. ഈ വിഷയം ചൂണ്ടിക്കാണിച്ച് നഗരസഭയിലെ LDF കൗൺസിലർമാർ ചെയർപേഴ്സന് നിവേദനം നൽകി. ദീർഘകാലം കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച VT സെബാസ്റ്റ്യൻ 2 തവണ MLA-ആയി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. കട്ടപ്പന ടൗണിന്റെ വികസനത്തിന് നിർണായക പങ്ക് വഹിച്ചതും അദ്ദേഹമായിരുന്നു. VT സെബാസ്റ്റ്യനോടുള്ള ആദരസൂചകമായി കട്ടപ്പനയിൽ സ്മാരകം നിർമ്മിക്കണമെന്നാണ് ആവശ്യം. ഈ വിഷയം ചൂണ്ടിക്കാട്ടി LDF കൗൺസിലർമാർ നഗരസഭ അധ്യക്ഷയ്ക്ക് നിവേദനം നൽകി. ഇതോടൊപ്പം പഴയ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള ഓപ്പൺ സ്റ്റേഡിയത്തിന് ഫണ്ട് അനുവദിച്ച മന്ത്രി റോഷി അഗസ്റ്റിന്റെ പേര് ശിലാഫലകത്തിൽ സ്ഥാപിക്കണമെന്ന
ആവശ്യപ്പെട്ടതായും LDF കൗൺസിലർ ഷാജി കുത്തോടി പറഞ്ഞു. കട്ടപ്പനയുടെ പിതാവ് ശ്രീ VT സെബാസ്റ്റ്യന് ഉചിതമായ ഒരു സ്മാരകം, അദ്ദേഹത്തിൻ്റെ ഒരു പൂർണ്ണകായ പ്രതിമ കട്ടപ്പനയിൽ ബഹുജനങ്ങൾ കാണത്തക്ക രീതിയിൽ സ്ഥാപിക്കുന്നതിന് വേണ്ട നടപടികൾ കട്ടപ്പന നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടാകണം. കട്ടപ്പനയിലുള്ള സർക്കാർ ഓഫീസുകൾ, ഏതാണ്ട് മുഴുവൻ സർക്കാർ ഓഫീസുകളും VT സെബാസ്റ്റ്യൻ പഞ്ചായത്ത് പ്രസിഡന്റ് MLA ആയിരുന്നപ്പോഴും വന്നതാണ്. കട്ടപ്പന ഗവൺമെൻറ് കൂടെ അതിൻ്റെ സ്ഥലം, ഗവൺമെൻറ് ITയുടെ സ്ഥലം, കട്ടപ്പന നഗരസഭാ കാര്യാലയം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം ഉൾപ്പെടെ കട്ടപ്പനയ്ക്ക് വികസനത്തിന് വേണ്ട മുഴുവൻ സ്ഥലങ്ങളും വാങ്ങി നൽകുകയാണ്. അതുപോലെ ഹൗസിംഗ് ബോർഡിൻ്റെ സ്ഥലം, ബൈപ്പാസിലെ ഹൗസിംഗ് ബോർഡ്, ഷോപ്പിംഗ് കോംപ്ലക്സ് ഉൾപ്പെടെ കട്ടപ്പന നഗരത്തിൻ്റെ മുഴുവൻ കേന്ദ്രങ്ങളിൽ സ്ഥലം മേടിക്കുകയും കട്ടപ്പനയുടെ പുരോഗതിക്ക് വേണ്ടി വലിയ പ്രയത്നം നടത്തുകയും ചെയ്ത മലയോര ജനതയുടെ നാഥൻ എന്നറിയപ്പെടുന്ന VT സെബാസ്റ്റ്യന് ഉചിതമായ ഒരു സ്മാരകം സ്ഥാപിക്കണമെന്നാണ് ഇടതുപക്ഷ കൗൺസിലർമാരുടെ ആവശ്യം. മന്ത്രിയുടെ പേര് ശിലാഫലകത്തിൽ ഉൾപ്പെടുത്താതെ ഉദ്ഘാടനം നടത്തിയത് നേരത്തെ വിവാദമായിരുന്നു. അതേസമയം VT സെബാസ്റ്റ്യൻ സ്മാരക നിർമ്മാണത്തിനായി 3 ലക്ഷം രൂപ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് കൗൺസിലർ സിബി പാറപ്പായി പറഞ്ഞു. കട്ടപ്പനയുടെ വികസനത്തിന് ചുക്കാൻ പിടിച്ച എന്നല്ല ഇടുക്കി ജില്ലയുടെ തന്നെ വികസനത്തിന് വേണ്ടി പ്രവർത്തിച്ച ശ്രീ VT സെബാസ്റ്റ്യൻ ex-MLAയുടെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി കട്ടപ്പന നഗരസഭ കട്ടപ്പനയിൽ VT സെബാസ്റ്റ്യൻ്റെ ഒരു സ്മാരകം നിർമ്മിക്കുന്നതിന് വേണ്ടി ഈ വർഷത്തെ 2024-25 വാർഷിക പദ്ധതിയിൽപ്പെടുത്തി 3 ലക്ഷം രൂപ നീക്കിവെക്കുകയും അതിന് DPC അപ്രൂവൽ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ തുക ഉപയോഗിച്ച് VT സെബാസ്റ്റ്യന് അനുയോജ്യമായ, VT സെബാസ്റ്റ്യൻ്റെ സ്മരണയ്ക്ക് അനുയോജ്യമായ ഒരു സ്മാരകം കട്ടപ്പന നഗരസഭയിൽ നിർമ്മിക്കുന്നതാണ്. അതിന് ഭരണസമിതി എല്ലാവിധ തീരുമാനങ്ങളും എടുത്ത് DPC അപ്രൂവൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം ഈ അവസരത്തിൽ അറിയിക്കുന്നു. സ്മാരക നിർമ്മാണത്തിന് ഭരണാനുമതി ലഭിച്ചതായും ടൗണിൽ സ്ഥലം കണ്ടെത്തി വേഗത്തിൽ തന്നെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നും ഭരണസമിതി വ്യക്തമാക്കി. ഇരട്ടയാർ അടയാളക്കല്ല് ഭദ്രകാളി ക്ഷേത്രത്തിൽ കുംഭഭരണി ഉത്സവം ഫെബ്രുവരി 10 മുതൽ 16 വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ക്ഷേത്രം തന്ത്രി നരമംഗലത്ത് ചെറിയ നീലകണ്ഠൻ നമ്പൂതിരി കൊടിയേറ്റും. അടയാളക്കല്ല് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവവും പൊങ്കാല സമർപ്പണവും പ്രതിഷ്ഠാ വാർഷികവുമാണ് 6 ദിവസങ്ങളിലായി നടക്കുന്നത്. അഖില ഭാരത അയ്യപ്പ സേവാ സംഘം രജിസ്റ്റർ നമ്പർ 308 അടയാളക്കല്ല് ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലെ 2024 വർഷത്തിലെ കുംഭഭരണി മഹോത്സവം ഈ വരുന്ന ശനിയാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. അതിൽ 1-ാം ദിവസം ക്ഷേത്രത്തിൻ്റെ പ്രാസാദശുദ്ധികളും വാസ്തുപുണ്യാഹ പരിഹാര ക്രിയകളുമാണ് നടക്കുന്നത്. 2-ാം ദിവസമായ ഞായറാഴ്ച 3:30 ഇടിഞ്ഞമല സന്നിധാനപ്പടിയിൽ നിന്നും സന്നിധാനപ്പടി കാണിക്ക മണ്ഡപത്തിൽ നിന്നും കൊടിക്കൂറ ഘോഷയാത്ര, കൊടിക്കൂറയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ക്ഷേത്ര സന്നിധിയിലേക്ക് പുറപ്പെടും. 5 PM ക്ഷേത്രത്തിൽ 25 കലശത്തിൻ്റെ പടിപൂജയാണ് നടക്കുന്നത്. പടിപൂജാനന്തരം ഒരു 6 മണിയോടുകൂടി ക്ഷേത്രത്തിലെ കൊടിക്കൂറ സ്വീകരണവും 7:30 കുംഭഭരണി മഹോത്സവത്തിൻ്റെ തൃക്കൊടിയേറ്റും ആണ് നടക്കുക. ശനിയാഴ്ച രാവിലെ 6-ന് ഗണപതി ഹോമം, 6:45-ന് ദീപാരാധനയും നടക്കും. ഞായറാഴ്ച പ്രത്യേക പൂജകൾക്ക് പുറമെ ഓട്ടംതുള്ളലും കൊടിയേറ്റു സദ്യയും നടക്കും. തിങ്കളാഴ്ച രാവിലെ 6:30-ന് മഹാഗണപതി ഹോമവും വൈകിട്ട് 7-ന് നൃത്തനൃത്യങ്ങളും അവതരിപ്പിക്കും. ചൊവ്വാഴ്ച വൈകിട്ട് 5-ന് സർവൈശ്വര്യ പൂജ, 7:30-ന് ചാക്യാർകൂത്ത് എന്നിവ നടക്കും. വ്യാഴാഴ്ച രാവിലെ 6-ന് അഭിഷേകം, 9-ന് പൊങ്കാല, 9:30-ന് പ്രഭാഷണം, 11:30-ന് പൊങ്കാല സമർപ്പണം, 12:30-ന് സമൂഹ സദ്യ, വൈകിട്ട് 7-ന് താലപ്പൊലി ഘോഷയാത്ര എന്നിവ ഉണ്ടാകും. വെള്ളിയാഴ്ച രാവിലെ 8-ന് ആറാട്ട് എഴുന്നള്ളത്ത്, 12:30-ന് ആറാട്ട് സദ്യ, രാത്രി 8-ന് ക്ഷേത്രത്തിലെ തിരുവുത്സവ വഴിപാടായ നവഗണ്ണ ഗുരുതിയും നടക്കും. വാർത്താസമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് KG വാസുദേവൻ നായർ, സെക്രട്ടറി സതീഷ് കുമാർ, ട്രഷറർ ശ്രീകാന്ത് എടാട്ടയിൽ, വൈസ് പ്രസിഡന്റ് മനോജ് കുമാർ, ജോയിന്റ് സെക്രട്ടറി ശിവദാസ് പുതുപ്പറമ്പിൽ എന്നിവർ പങ്കെടുത്തു. നെടുങ്കണ്ടം കൈലാസനാട് ശിവപാർവതി ക്ഷേത്രത്തിനോടനുബന്ധിച്ച് രാജഗോപുരത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. 1 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ഹൈറേഞ്ചിലെ പ്രധാന ശിവക്ഷേത്രങ്ങളിലൊന്നായ പാറത്തോട് കൈലാസനാട് ശിവപാർവതി ക്ഷേത്രത്തിൽ അടുത്ത വർഷത്തെ ശിവരാത്രി മഹോത്സവത്തിന് മുന്നോടിയായി രാജഗോപുരം നിർമ്മിക്കാനാണ് തീരുമാനം. നിർമ്മാണം ആരംഭിക്കുന്നതിന് മുന്നോടിയായുള്ള കല്ലിടിയിൽ കർമ്മം ആചാരവിധിപ്രകാരം നടന്നു. വിശ്വാസികളുടെ നേതൃത്വത്തിൽ ഘോഷയാത്രയായി കല്ലു ക്ഷേത്രത്തിൽ എത്തിച്ചാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. നിർമ്മാണം ആരംഭിക്കുന്നതിന് മുന്നോടിയായുള്ള പൂജകൾക്ക് പ്രഭുലാൽ ഭട്ടാതിരി,
മധുസൂദനൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. எங்களோட பாரத்தோடு சிவபார்வதி கோயிலோட ராஜகோபுரம் கட்டணுங்கிறது ஆதியம் தொட்டு எங்களுக்கு எல்லாம் ஆഗ്രഹம் ഉണ്ടായിരുന്നു. ശാസ്ത്രപ്പടി ഇവിടെ എല്ലാമേ ചെയ്തു. രാജഗോപുരം പണിയാനായിട്ട് ശ്രമിച്ചു. ഇപ്പൊ കടവുള് ഞങ്ങൾക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട് ഇപ്പൊ തന്നെ തുടങ്ങാനായിട്ട്. അപ്പൊ ഇന്ന് അടിക്കല് ഉത്സവം ചെയ്ത് ഇന്ന് തുടങ്ങാനായിട്ട് ഭഗവാൻ ഞങ്ങളെ കട്ടളയിട്ടിട്ടുണ്ട്. ഞങ്ങൾ അവരുടെ ആശീർവാദത്തിക്ക് വേണ്ടി എണിക്കുക. തമിഴ് തോട്ടം തൊഴിലാളികൾ ഏറെ അധിവസിക്കുന്ന പാറത്തോട്ടിലെ ഉത്സവവും മറ്റ് ക്ഷേത്ര ചടങ്ങുകളും ഏറെ പ്രശസ്തമാണ്. കൃഷിക്ക് മുന്നോടിയായി തലമുറകളായി കൈമാറി വരുന്ന ആചാരങ്ങൾ പിന്തുടരുന്നവരാണിവർ. നാട്ടുകാരുടെ സഹകരണത്തോടെ ക്ഷേത്രത്തിന് മുൻപിലെ രാജഗോപുരത്തിന്റെ നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യം വെക്കുന്നത്. ചടങ്ങിൽ ക്ഷേത്രം പ്രസിഡന്റ് പി ടി വിജയകുമാർ, സെക്രട്ടറി വെങ്കടേശ്വര പെരുമാൾ, കെ മഹാലിംഗം, കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ ട്രാഫിക് ബോധവൽക്കരണം ഏറ്റെടുത്ത് കുട്ടി പോലീസ്. ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായാണ് SPC കേഡറ്റുകൾ ട്രാഫിക് നിയന്ത്രിക്കാൻ ടൗണിലിറങ്ങിയത്. നിയമം തെറ്റിച്ച ഡ്രൈവർമാരെ ബോധവൽക്കരിക്കുകയും നിയമം തെറ്റിക്കരുതെന്ന് ഓർമ്മിപ്പിച്ചുമാണ് വാഹനങ്ങൾ കടത്തിവിട്ടത്. ജില്ലാ ലീഗൽ അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജുമായ A. ഷാനവാസിന്റെ നേതൃത്വത്തിലാണ് കുട്ടികൾ ഗതാഗത നിയന്ത്രണവും ബോധവൽക്കരണവും ഏറ്റെടുത്തത്. ഡ്രൈവർമാരെ ബോധവൽക്കരിക്കുകയായിരുന്നു ലക്ഷ്യം. കുട്ടി പോലീസിന് പിന്നിൽ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയും താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയും കട്ടപ്പന പോലീസും ഒപ്പം ചേർന്നു. ആദ്യം പോലീസിന്റെ സഹായത്തോടെയാണ് ഗതാഗത നിയന്ത്രണവും ബോധവൽക്കരണവും നടത്തിയത്. പിന്നീട് പോലീസിനെയും ലീഗൽ സർവീസ് സൊസൈറ്റി പ്രവർത്തകരെയും നോക്കി നിർത്തി നിയന്ത്രണം കുട്ടി പോലീസ് ഏറ്റെടുത്തു. നിയമം പാലിച്ച് വാഹനമോടിച്ചവർക്ക് മധുരം നൽകിയും ലഘുലേഖകൾ വിതരണം ചെയ്തും നിയമം തെറ്റിക്കരുതെന്ന് ഓർമ്മിപ്പിച്ചും വിട്ടയച്ചു. ഇതിനിടയിൽ നിയമം പൂർണ്ണമായും തെറ്റിച്ചവർക്ക് പോലീസ് പിഴയും നൽകി. കട്ടപ്പനയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് ട്രാഫിക് ബോധവൽക്കരണം നടത്തുന്നുണ്ട്. വിവിധ ട്രാഫിക് ലംഘനങ്ങൾക്ക് അങ്ങനെ ചെയ്യരുത് എന്ന് നിയമപരമായി മാത്രമേ വാഹനം ഓടിക്കാവൂ എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്സ് ഡ്രൈവർമാരെ അറിയിക്കുകയും നിയമപരമായും കൃത്യമായി വാഹനം ഓടിക്കുന്നവർക്ക് നമ്മുടെ കുട്ടി പോലീസ് മധുരം നൽകുന്നതാണ്. ലീഗൽ സർവീസ് അതോറിറ്റി കട്ടപ്പനയിൽ ആദ്യമായാണ് ഗതാഗത ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. നിരന്തരം ഉണ്ടാകുന്ന അപകടങ്ങളെ തുടർന്നാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. കുട്ടി പോലീസിനെയും പോലീസുകാരെയും 3 സംഘങ്ങളായി തിരിച്ചായിരുന്നു പരിപാടി. വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് UP സ്കൂളിൽ സ്പോർട്സ് മീറ്റ് സംഘടിപ്പിച്ചു. അരുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P. മാലതി സ്പോർട്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികളിലെ കായികശേഷി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് UP സ്കൂളിൽ എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന സ്പോർട്സ് മീറ്റിന്റെ ഭാഗമായാണ് ഇത്തവണയും പരിപാടി നടന്നത്. മത്സരങ്ങൾ ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപ് തന്നെ കുട്ടികളെ വിവിധ ക്ലബ്ബുകളായി തിരിച്ച പരേഡ് സംഘടിപ്പിച്ചു. തുടർന്ന് 50 മുതൽ 400 മീറ്റർ വരെയുള്ള ഓട്ട മത്സരങ്ങളും ഹൈജമ്പ്, ലോങ് ജമ്പ് എന്നീ മത്സരങ്ങളും നടന്നു. സ്പോർട്സ് മീറ്റിന്റെ ഉദ്ഘാടന യോഗത്തിൽ സ്കൂൾ PTA പ്രസിഡന്റ് മുത്തുകുമാർ അധ്യക്ഷനായിരുന്നു. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P. മാലതി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R. സെൽവത്തായി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R. ശ്രീരാമൻ, സ്കൂൾ HM ST രാജ്, മുൻ അധ്യാപകൻ MM ജലാലുദ്ദീൻ, SSK പ്രതിനിധി ആര്യ വിനീത് എന്നിവർ സംസാരിച്ചു. 33 വർഷക്കാലമായി സ്കൂളിൽ സ്പോർട്സ് അധ്യാപികയായി സേവനം അനുഷ്ഠിക്കുന്ന സുബദായിയെയും നിലവിലെ സ്കൂളിലെ കായിക അധ്യാപകനായ ശ്യാംകുമാറിനെയും ചടങ്ങിൽ ആദരിച്ചു. മത്സരങ്ങളുടെ സമാപന യോഗത്തിൽ കുട്ടികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. കട്ടപ്പന BRCയുടെയും നെടുങ്കണ്ടം ലയൺസ് ക്ലബിന്റെയും നേതൃത്വത്തിൽ ഇൻക്ലൂസീവ് കായികോത്സവത്തോടനുബന്ധിച്ചുള്ള സ്പോർട്സ് മെറ്റീരിയൽ വിതരണം നടത്തി. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ IB മോൾ രാജൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. സമഗ്ര ശിക്ഷ കേരളം ഇടുക്കി BRCയുടെയും നെടുങ്കണ്ടം ലയൺസ് ക്ലബിന്റെയും നേതൃത്വത്തിൽ ഇൻക്ലൂസീവ് കായികോത്സവത്തോടനുബന്ധിച്ചുള്ള സ്പോർട്സ് മെറ്റീരിയൽ വിതരണമാണ് നടന്നത്. കട്ടപ്പന നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ IB മോൾ രാജൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒരുപാട് അവശതകൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിൽ കൂടുതൽ നമുക്ക് ഏറ്റവും കൂടുതൽ അവരെ പരിഗണിക്കപ്പെടേണ്ട ഒരു വിഭാഗക്കാരെന്ന് പറയുന്നത് അംഗപരിമിതരായിട്ടുള്ള ആളുകളാണ്. നമുക്കറിയാം ഈ അവശതകൾ സമൂഹത്തിൽ പലതരത്തിലുള്ള അവശതകളുണ്ട്. പക്ഷേ നമുക്ക് ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് ഉണ്ടാകുന്ന അവർക്ക് കിട്ടേണ്ട നമ്മളെപ്പോലെ തന്നെ ഈ സമൂഹത്തിൽ എല്ലാ അംഗീകാരങ്ങളും അവകാശങ്ങളും ഉൾക്കൊണ്ടു പോകേണ്ടവർ തന്നെയാണ്, അവർക്ക് കൊടുക്കപ്പെടേണ്ടതാണ്.
നെടുങ്കണ്ടം ലയൺസ് ക്ലബ് പ്രസിഡന്റ് ശ്രീകുമാർ KA അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗിരിജാകുമാരി NV, ബിനോയ് ചാക്കോ, ജോർജ് KM, ജെസീന തോമസ് എന്നിവർ സംസാരിച്ചു. കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷം നടന്നു. പാഠ്യേതര രംഗങ്ങളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 2023-24 അധ്യയന വർഷത്തെ വാർഷികാഘോഷം വിപുലമായ രീതിയിലാണ് സംഘടിപ്പിച്ചത്. രാവിലെ 9 മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് വാർഷികാഘോഷ പരിപാടികൾ നടന്നത്. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മളുടെ സ്കൂൾ വാർഷികം നമ്മളുടെ വ്യക്തിപരമായ ഓരോ കഴിവുകളും ഈ അധ്യാപകർ നിങ്ങളിൽ കാണിച്ചു തന്ന നിങ്ങളുടെ ഓരോ കഴിവുകളും എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന ഈ അധ്യാപകരിലൂടെയല്ലേ നിങ്ങൾ പുറത്ത് പ്രകടിപ്പിക്കുന്നത്. മക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അവസരവും നിങ്ങൾ പാഴാക്കി കളയരുതേ. യോഗത്തിൽ വെച്ച പാഠ്യേതര വിഷയങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ മൊമെന്റോ നൽകി അനുമോദിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് ബാബു സെബാസ്റ്റ്യൻ അധ്യക്ഷനായിരുന്നു. നഗരസഭാ വൈസ് ചെയർമാൻ KJ ബെന്നി മുഖ്യപ്രഭാഷണം നടത്തി. കൗൺസിലർമാരായ IB രാജൻ, ധന്യ അനിൽ, SMC ചെയർമാൻ മനോജ് പതാലിൽ, അഡ്വക്കേറ്റ് സീമ പ്രമോദ്, ജേക്കബ് ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന വെള്ളയാങ്കുടി അസീസി സ്പെഷ്യൽ സ്കൂളിന്റെ വാർഷികവും രക്ഷകർതൃ ദിനവും നടന്നു. തുഞ്ചത്ത് എഴുത്തച്ഛൻ സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അശോക് ഡിക്രൂസ് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. സ്കൂളിന്റെ 31ാമത് വാർഷികമാണ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത്. സ്കൂൾ മാനേജർ സിസ്റ്റർ സുഗുണ അധ്യക്ഷയായിരുന്നു. തുഞ്ചത്ത് എഴുത്തച്ഛൻ സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അശോക് ഡിക്രൂസ് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. രണ്ടോ മൂന്നോ വർഷം മുമ്പാണ്, എനിക്ക് ഓർമ്മയില്ല, അന്ന് മുതൽ ഞാൻ വിചാരിക്കുന്നതാണ് ഈ സ്ഥാപനത്തിൽ വരണം എന്നുള്ളത്. തീർച്ചയായിട്ടും ഇവിടെ വന്നപ്പോൾ ഈ സ്ഥാപനത്തിലെ സ്വാഗതഗാനം കണ്ട് കേട്ടപ്പോൾ തന്നെ എൻ്റെ ആടയാഭരണങ്ങളും എൻ്റെ ബഹുമതികൾ, എനിക്ക് കിട്ടിയ ബഹുമതികളും എൻ്റെ പദവികളും ഒക്കെ ഞാനവിടെ മുരിഞ്ഞു കളഞ്ഞു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ അൻസീന റിപ്പോർട്ട് അവതരിപ്പിച്ചു. വെള്ളയാങ്കുടി സെന്റ് ജോർജ് ദൈവാലി വികാരി ഫാദർ തോമസ് മണിയാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ കൗൺസിലർ ബീന സിബി, ഫാദർ ജോസഫ് ഉമിക്കുന്നേൽ, ഫ്രാൻസിസ് മാത്യു, ജോമിൻ പഴുക്കുടിയിൽ, ജോമോൻ തെക്കേൽ, സിസ്റ്റർ ജെസിൻ, ഡെയ്സി സെബാസ്റ്റ്യൻ, നോയ യോഹന്നാൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. അയ്യപ്പൻകോവിൽ വില്ലേജിൽ 2023-24 വർഷം വരെയുള്ള ഭൂനികുതി അടച്ചിട്ടില്ലാത്തവർ നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ വില്ലേജ് ഓഫീസിൽ നേരിട്ടെത്തിയോ ഭൂനികുതി അടച്ച് ജപ്തി നടപടികൾ ഒഴിവാക്കേണ്ടതാണെന്ന് വില്ലേജ് ഓഫീസർ അറിയിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ലഹരി വിരുദ്ധ സന്ദേശം നൽകുന്നതിന്റെ ഭാഗമായി ഇരട്ടയാർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ വൈകി എന്ന പേരിൽ തയ്യാറാക്കിയ ഷോർട്ട് ഫിലിം റിലീസ് ചെയ്തു. ജില്ലാ പ്രോസിക്യൂഷൻ സെൽ സബ് ഇൻസ്പെക്ടർ വിനോദ് കുമാർ പ്രകാശന കർമ്മം നിർവഹിച്ചു. സ്കൂളിലെ 12 കുട്ടികളാണ് ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇരട്ടിയാർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പ്രകാശന കർമ്മം നടന്നത്. സ്കൂൾ മാനേജർ മോൺസിഞ്ഞോർ ഫാദർ ജോസ് കരിവേലിക്കൽ അധ്യക്ഷനായിരുന്നു. ജില്ലാ പ്രോസിക്യൂഷൻ സെൽ സബ് ഇൻസ്പെക്ടർ വിനോദ് കുമാർ പ്രകാശന കർമ്മം നിർവഹിച്ചു. മയക്കുമരുന്ന് അതിനോടനുബന്ധിച്ചുള്ള കുറ്റകൃത്യങ്ങളെല്ലാം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. കാലാകാലങ്ങളിലെ ഇതെല്ലാം വർദ്ധിച്ചു തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളൊരു 60കളിലെ സിനിമ എടുത്താൽ അവിടെ ഈ റോഡ് സൈഡിൽ ഇരിക്കുന്ന കാരണന്മാർ ചെറുപ്പക്കാരെ നടന്നു പോകുമ്പോൾ പറയുന്നത് നമുക്ക് അതിൻ്റെ വിഷയം കാണാം.
ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യങ്ങൾ അത് ഞങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ? ഞങ്ങൾ പറയുന്നു നിങ്ങൾ പുതിയ തലമുറകൾ ഇപ്പോഴത്തെ പിള്ളേർ എന്ന് പറയും. JP കട്ടപ്പന സംവിധാനം ചെയ്യുകയും സ്കൂൾ പ്രിൻസിപ്പൽ ലഫ്റ്റനന്റ് ഡോക്ടർ റിജി ജോസഫ് തിരക്കഥ എഴുതുകയും ചെയ്ത ഷോർട്ട് ഫിലിമാണ് പ്രകാശനം ചെയ്തത്. ലഹരിവിരുദ്ധ സന്ദേശം കുട്ടികളിൽ എത്തിക്കുന്നതിനും അതിലൂടെ വരാൻ പോകുന്ന കാലഘട്ടത്തെ രക്ഷിക്കുന്നതിനുമുള്ള ആത്മാർത്ഥമായ ശ്രമമായിരുന്നു ഷോർട്ട് ഫിലിമിന്റെ നിർമ്മാണത്തിന് പിന്നിൽ. കുട്ടികൾ ലോകത്തിന്റെ വ്യത്യസ്തമായ നന്മയുടെ മുഖങ്ങളാണെന്നും ചതിക്കുഴികൾ അവരെ കൊണ്ടുചെന്നെത്തിക്കുന്നത് ലോകത്തിന്റെ ഏറ്റവും വികൃത മുഖങ്ങളിൽ ആണെന്നുമുള്ള തിരിച്ചറിവാണ് വൈകി എന്ന ഷോർട്ട് ഫിലിമിലൂടെ കുട്ടികളിൽ എത്തിക്കാൻ ശ്രമിച്ച സന്ദേശം. ചടങ്ങിൽ സ്കൂൾ അസിസ്റ്റന്റ് മാനേജർമാരായ ഫാദർ ജിതിൻ പാറയ്ക്കൽ, ഫാദർ അമൽ ഞാവള്ളിക്കുന്നേൽ, ഹെഡ്മാസ്റ്റർ ജോർജ് കുട്ടി MV, സുസമ്മ ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. നാണമില്ലല്ലോ, ഇത്രയും നല്ല തള്ളേ മോളും ഉണ്ടായിട്ട് ആ പാവം കൊച്ചിനെ അയാൾ കൊണ്ടേ കൊല്ലാൻ ആ കൊച്ചിനെക്കാട്ടി വലിയ കൊച്ച് ഇതിനെ കൊടുത്തോടായിരുന്നു. നിനക്ക് പോയിട്ട് അത്തോടുകൂടി നിനക്കൊക്കെ കൊച്ചും എല്ലാം കൂടിക്കോ. നീ എന്തിനാണ് വിഷമിക്കുന്നത്? അവളെ അയാൾ കൊന്നെങ്കിൽ അയാൾക്ക് ജീവപര്യന്തം കിട്ടിയില്ലേ? വാ, നീ വാ, നമുക്ക് പോവാം. നീ ഒന്ന് റിലാക്സ് ആയിക്കേ. വാ, നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കാർഡമം ഗ്രോവേഴ്സ് ഫോർ എവർ ഏലക്ക ലേല വിവരം. ആകലൂട്ട 101, വിൽപ്പനയ്ക്ക് വന്നത് 18,625, വിൽപ്പന നടന്നത് 17,706, കൂടിയ വില 1,818, ശരാശരി വില 1,484. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 530 രൂപ, ഏലം കൂടിയ വില 1,500, ഏലം ശരാശരി വില 1,250, കാപ്പിപ്പരിപ്പ് 260, ഗ്രാമ്പു 950, കൊക്കോ 60, റബ്ബർ 150. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 5,790 രൂപ, വെള്ളി 75. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സാമൂഹ്യക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെതിരെ അടിമാലിയിൽ ദയാവധത്തിന് തയ്യാറെന്ന ബോർഡ് സ്ഥാപിച്ച് വൃദ്ധ ദമ്പതികൾ നടത്തിയ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു. സമരം അവസാനിപ്പിച്ചത് CPM പ്രാദേശിക നേതൃത്വത്തിന്റെ ഉറപ്പിന്മേൽ. പെൻഷൻ ലഭിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും ദമ്പതികൾ. ഉടുമ്പൻചോലയിൽ യുവതിയെ അയൽവാസി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ഉടുമ്പൻചോല പാറയ്ക്കൽ ഷീലയെ അപായപ്പെടുത്താൻ ശ്രമിച്ചത് അയൽവാസിയായ ശശി. ഗുരുതരമായി പരിക്കേറ്റ ഷീലയെ തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ചിന്നക്കനാൽ ഭൂവിഷയത്തിൽ ഹിയറിംഗിന് ഹാജരാകുന്നതിന് സമയം നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ MLA. 1 മാസത്തെ അധിക സമയം അനുവദിക്കണമെന്ന് മാത്യു കുഴൽനാടൻ ആവശ്യപ്പെട്ടത് KPCCയുടെ ജാഥയും മറ്റു മീറ്റിംഗുകളും ചൂണ്ടിക്കാണിച്ച് അപേക്ഷ പരിഗണിക്കുമെന്ന് റവന്യൂ അധികൃതർ. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിന് 75.95 കോടി രൂപയുടെ ബജറ്റ് വൈസ് പ്രസിഡന്റ് ശ്രീദേവി S. ലാൽ അവതരിപ്പിച്ചത്. ടൂറിസം, പ്രാദേശിക സാമ്പത്തിക വികസനം, ആരോഗ്യ പരിപാലനം എന്നിവയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള ബഡ്ജറ്റ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.